അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിന്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന അഥവാ കൊല്ലപ്പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ശരിക്ക് ശരി നൽകാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഓരോന്നിനും 2 വീതം ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. ഏതാണോ ശരി അതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, പരലോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് നരകം, സ്വർഗം? ഏതാണ്? സ്വർഗമാണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത്, ദുർജനങ്ങൾക്കായി അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചതാണ് നരകം, സ്വർഗം? ഏതാണ്? നരകം. അപ്പോൾ നരകത്തിന് നേരെ ശരി കൊടുക്കുക. മൂന്നാമത്തത്, നരകത്തിന് മുകളിലായി ഒരു പാലമുണ്ട്, അതിന് പറയുന്നു ഹൗദുൽ കൗസർ, സിറാത്ത്? ഏതാണ്? സിറാത്താണ്. അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത്, പാലത്തിൽ നിന്നും വഴുതി നരകത്തിൽ വീഴും ദുർജനങ്ങൾ, സജ്ജനങ്ങൾ? അപ്പൊ ദുർജനങ്ങൾ എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത്, അന്ത്യനാൾ അടുക്കും തോറും മനുഷ്യർ കൂടുതൽ നന്നായി കൊണ്ടിരിക്കും, ദുഷിച്ചു കൊണ്ടിരിക്കും? അപ്പൊ അവിടെ ദുഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് എഴുതാനുള്ളത്. ആറാമത്തത്, ഇസ്ലാമിന്റെ 2ാമത്തെ അടിസ്ഥാന പ്രമാണമാണ് ഖുർആൻ, സുന്നത്ത്? അപ്പൊ അവിടെ സുന്നത്ത് എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, നബിയുടെ ചര്യയും സ്വഹാബത്തിന്റെ മാതൃകയും പിൻപറ്റിയവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാ. അപ്പൊ അവിടെ അഹ്ലു സുന്നത്തി വൽ ജമാ എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അപ്പൊ അവിടെ സൃഷ്ടിച്ചത് എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, അവിശ്വാസികളുടെ ശിക്ഷ ശാശ്വതമായിരിക്കും. അപ്പൊ അവിടെ ശാശ്വതമായിരിക്കും എന്ന് എഴുതുക. നാലാമത്തത്, വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഊൻ. അപ്പൊ ഫീഹാ മാ തദ്ഊൻ എന്ന് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത്, അഷ്ശഫാഅത്തുൽ ഉളുമ നമ്മുടെ നബിക്ക് മാത്രമുള്ളതാണ്. അപ്പൊ അവിടെ മാത്രമുള്ളതാണ് എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി ആറാമത്തത്, ഖുർആനിന്റെ സംരക്ഷണം അല്ലാഹു തആല ഏറ്റെടുത്തതാണ്. അപ്പൊ അവിടെ ഏറ്റെടുത്തതാണ് എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം 3 വീതം വാചകം എഴുതാം എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആദ്യം നൽകിയത് ഹൗദുൽ കൗസർ. ഹൗദുൽ കൗസറിനെ പറ്റി 3 വാചകം എഴുതുക. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അത് വളരെ വലുതാണ്, അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്, തേനിനേക്കാൾ മധുരമുള്ളതാണ്, കസ്തൂരിയേക്കാൾ വാസനയുള്ളതുമാണ്, അതിലെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണത്തേക്കാൾ അധികരിച്ചതാണ്, അതിൽ നിന്നും കുടിച്ചവർക്ക് ഒരിക്കലും ദാഹം ഉണ്ടാവുകയില്ല, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളിൽ സജ്ജനങ്ങൾക്ക് അതിൽ നിന്നും കുടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും 3 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത് സിറാത്ത്. സിറാത്തിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക? 3 വീതം വാചകം എഴുതാനാണ്. ഏതെല്ലാമാണ്? നരകത്തിന് മുകളിലാണ് ഒരു പാലമുണ്ട്, അതിന് സിറാത്ത് എന്ന് പറയുന്നു, അല്ലെ? അതിനാണ് സിറാത്ത് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ എന്താണ്? അതിന്റെ വിശേഷണങ്ങള്. അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, മുടിയേക്കാൾ നേരിയതാണ്, കറുത്ത രാവിനേക്കാൾ ഇരുണ്ടതുമാണ്, മുഴുവൻ ജനങ്ങളും അതിലൂടെ എന്ത് ചെയ്യും? നടക്കും. അപ്പോൾ അതിലേതെങ്കിലും സിറാത്തിനെ കുറിച്ചിട്ട് ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, നന്മ തെരഞ്ഞെടുക്കുന്നതിൽ ഉണ്ട് എന്തെല്ലാം? ഉത്തരം, അള്ളാഹുവിന്റെ മുൻ നിശ്ചയവും ഉദ്ദേശ്യവും പൊരുത്തവും തൃപ്തിയും. രണ്ടാമത്തെ ചോദ്യം, ഇഹ്സാൻ എന്നാൽ എന്താണ്? ഉത്തരം, അള്ളാഹുവിനെ നേരിൽ കാണുന്ന പോലെ അവനെ നീ ആരാധിക്കുക.
അവനെ നീ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട്. അപ്പൊ ഇതിനാണ് എന്ത് പറയുക? ഇഹ്സാന് എന്ന് പറയുക. ഇനി മൂന്നാമത്തെ ചോദ്യം, തൗഹീദിന്റെ കലിമത്ത് ഏതാണ്? ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് തൗഹീദിന്റെ കലിമത്ത്. നാലാമത്തെ ചോദ്യം, വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത് ഏതിന്? അപ്പൊ എന്തിനാണ് വാജിബായിട്ടുള്ള സിഫത്തുകൾ എന്ന് പറയുന്നത്? ഉത്തരം, നിർബന്ധമായും അവനുണ്ടാകേണ്ടുന്ന ഗുണങ്ങൾക്ക്. നിർബന്ധമായും അവനുണ്ടാകേണ്ടുന്ന ഗുണങ്ങൾക്കാണ് എന്ത് ചെയ്യുക? വാജിബായിട്ടുള്ള സിഫത്തുകൾ എന്ന് പറയുക. അഞ്ചാമത്തെ ചോദ്യം, ഹഫളത്ത് എന്ന മലക്കുകളുടെ ജോലി എന്താണ്? ഒന്നുകൂടെ നോക്കാം. ഹഫളത്ത് എന്ന മലക്കുകളുടെ ജോലി എന്താണ്? ഉത്തരം എന്താണ്? ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവരാണ്. അപ്പൊ എന്തെങ്കിലും ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ മനുഷ്യരെ അതിൽ നിന്നും കാക്കലാണ് ഹഫളത്ത് എന്ന വിഭാഗം മലക്കുകളുടെ ജോലി. ഇനി അഞ്ചാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, മുർസലുകൾക്ക് ജായിസായ സിഫത്ത് എന്താണ്? അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരാത്ത മനുഷ്യ സഹജമായ കാര്യങ്ങൾ. ഇതാണ് മുർസലുകൾക്ക് ജായിസായിട്ടുള്ള സിഫത്തുകൾ. രണ്ടാമത്തെ ചോദ്യം, ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴി തെറ്റിപ്പോയവരെയും ക്ഷണിക്കലാണ്. മൂന്നാമത്തത്, ബിദ്അത്തു ളലാല. ഉത്തരം, ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായ ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ. അതിനാണ് എന്ത് പറയുക? ബിദ്അത്തു ളലാല എന്ന് പറയുക. നാലാമത്തത്, ബർസഖ്. ബർസഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം, മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ്. അപ്പൊ അതിന് പറയുന്ന പേരാണ് എന്ത്? ബർസഖ്. ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ആറാമത്തേത്. രണ്ടെണ്ണം വീതം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത അടയാളങ്ങൾ ഏതെല്ലാമാണ്? ഇമാം മഹദി വരൽ, ദജ്ജാൽ പുറപ്പെടൽ, ഈസാ നബി ആകാശത്ത് നിന്നും ഇറങ്ങി വരൽ, ഈസാ നബി ദജ്ജാലിനെ കൊല്ലൽ, യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടൽ, ദാബത്തുൽ അർള് എന്ന അത്ഭുത മൃഗം പുറപ്പെടൽ, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കൽ, അതിഭയാനകമായ ഒരു തീ പുറപ്പെടൽ, പരിശുദ്ധ കഅബ പൊളിക്കപ്പെടൽ, ഖുർആൻ ഉയർത്തപ്പെടൽ. ഇതെല്ലാം ആണ് ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത അടയാളങ്ങൾ. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. അവസാനത്തേത്, സ്വർഗവാസികൾക്ക് ഉണ്ടാവാത്ത കാര്യങ്ങൾ: രോഗം, വാർദ്ധക്യം, മരണം. ഏതെങ്കിലും അവിടെ രണ്ടെണ്ണം എഴുതി കൊടുക്കുക. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.